വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാറ്റലോഗാണ് നമ്മൾ കാണാൻ പോവുക. നമുക്ക് ലേസ് വെച്ചേക്കുന്ന ഡിസൈൻസ് ഭയങ്കര ഫേവറേറ്റ് ആണ്. നമ്മുടെ ആ ഒരു PV സിൽക്കിൽ വി ഷേപ്ഡ് നെക്ക് നമ്മൾ ലേസ് വന്നേക്കുന്ന ഭയങ്കര അടിപൊളിയായി ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ റീസ്റ്റോക്ക് വരാനുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ഒക്കെ എടുത്ത് നമ്മൾ ഇപ്പം നിൽക്കുകയാണ്. അത് റീസ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ സിമിലർ പാറ്റേൺ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, വേറൊരു ഓൾട്ടർനേറ്റീവ് രീതിയിൽ ചെയ്തു തരുമോയെന്ന്. അപ്പം ആ ഒരു ടൈപ്പ് ഡിസൈനാണ് നമ്മൾ കാണാൻ പോയതുപോലെ. അതായത് ഫ്രണ്ടിൽ ഫുള്ളും ഓഫ് വൈറ്റും ബേസ് ടോണിലും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലാണ് ആ ഒരു ലീസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക്. ആൻഡ് ദുപ്പട്ട വന്നിട്ട് സെയിം ഫാബ്രിക്കിലാണ്. ലൈറ്റ് വെയ്റ്റ് കോട്ടയാണ് കേട്ടോ. ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന കോട്ടയല്ല, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയാണ്. അതിൽ ബോർഡേഴ്സ് 4 ബോർഡേഴ്സിലും പ്രീമിയം ആയിട്ടുള്ള ലേസ് പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുക. ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് വന്നേക്കുന്നത് ഇതാണ്. ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്ന പ്രീമിയം ലേസ് ആണ്. അപ്പം വാഷൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കെയർ ചെയ്യും. അതിനകത്ത് കുറച്ചും കൂടെ കൂടിയ ടൈപ്പ് ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു പാച്ചായിട്ട് ചെയ്തിരിക്കുന്നതും 4 ബോർഡേഴ്സ് ആണ്. ടോപ്പിൽ വരുമ്പോഴും ഈ ഒരു പോർഷനിലാണ് ഒരു ലേസ് വർക്ക് ചെയ്തേക്കുക. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഇതൊരു ഗ്രേപ്പ് പോലെ നിൽക്കുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ലൈറ്റ് ഗ്രേപ്പ് ഷെയ്ഡ് ഇതേപോലെ നിൽക്കും. ലൈറ്റ് വെയ്റ്റ് കോട്ടയാണ്. സാൻഡൂൺ ഫാബ്രിക്കിൽ സെയിം കളറിലാണ് എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ഇത് ടോപ്പിൻ്റെ യോക്ക് വിത്ത് ഇതുപോലെ ലേസ് വന്നിരിക്കുന്നു. വിത്ത് ഇതുപോലെ ബേസ് കളറും വൈറ്റ് ഷെയ്ഡും അല്ലാണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട. 4 ബോർഡേഴ്സിലും സെയിം ലേസ് പാച്ച് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്. ഇത് അടുത്ത കളർ ഷെയ്ഡ് നമ്മുടെ ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു വൈൻ ഷെയ്ഡ്, അല്ലെങ്കിൽ പർപ്പിൾ വൈൻ എന്നൊക്കെ പറയും. പർപ്പിളിൻ്റെ കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. സോഫ്റ്റ് കോട്ടയാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഫാബ്രിക്കും വാഷ് ചെയ്യുമ്പം കുറച്ച് കളർ ഗാർഡ് യൂസ് ചെയ്യുന്ന ബെറ്റർ ആയിരിക്കും. ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഡൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇങ്ങനത്തെ ലേസ് ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഇതാണ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്ന ത്രെഡും പിന്നെ ലൈറ്റ് ആയിട്ട് അതിൽ വാട്ടർ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. 2.6 ആണ് ടോപ്പിൻ്റെ ലെങ്ത്. ദുപ്പട്ട 2.4 4 ബോർഡേഴ്സും ബ്യൂട്ടിഫുൾ ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ് കോട്ടയാണ് ഇതിൻ്റെ ഫാബ്രിക്. ഇതുപോലെ നിൽക്കും ഓവറോൾ ലുക്ക്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിൽ. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. നമുക്ക് ഓണം സ്പെഷ്യലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇതിൽ ഫുള്ളും വൈറ്റ് ഷെയ്ഡ് തന്നെയാണ്. ആ ഒരു എംബ്രോയ്ഡറി വർക്കിൽ പോയേക്കോ. 4 ബോർഡേഴ്സും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് പാച്ച്. ലൈറ്റ് വെയ്റ്റ് കോട്ട ഫാബ്രിക് വിത്ത് സാൻഡൂൺ ബോട്ടം. റേറ്റ് 1190. ഫ്രീ ഷിപ്പിംഗ് കൂടിയുണ്ട്. ഈ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പക്ക ടീൽ ബ്ലൂ അല്ല, കുറച്ചൊരു ബ്ലൂ ഗ്രീൻ ബ്ലെൻഡായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. വർക്ക് സെയിം തന്നെ. ലൈറ്റ് വെയ്റ്റ് കോട്ട ഫാബ്രിക്കാണ്. പക്ക കോട്ട ചെക്സ് അല്ല, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്. വർക്ക് സെയിം. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. സെയിം കളർ. ബോർഡറിൽ 4 ബോർഡേഴ്സിലും സെയിം ലേസ്. ആൻഡ് യോക്കിൽ എംബ്രോയ്ഡറിയും ഈ ഒരു ലേസ് പാച്ചും കൂടെ വന്നിട്ടുണ്ട്. ഇത്രയും കളർ ഷെയ്ഡ്സ്. റേറ്റ് 1190. ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.